പോക്സോ കേസ് പ്രതിയെ പീഡിപ്പിച്ച കേസിൽ അയിരൂർ മുൻ SHOയെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന റിപ്പോർട്ട്. CI ജയസനിൽ പ്രതിയായ കേസിൽ നടന്നത് വൻ അട്ടിമറി നീക്കം. തിരുവനന്തപുരം റൂറൽ SP അന്വേഷണത്തിലാണ് ഈ അട്ടിമറി നീക്കം കണ്ടെത്തിയത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ശ്രമിച്ചത്? ആര്യ, വളരെ വിവാദം സൃഷ്ടിച്ച കേരള പോലീസിന്റെ മാനം കെടുത്തിയ കേസാണ് പോക്സോ കേസിലെ പ്രതിയെ SHO പീഡിപ്പിച്ച കേസ്. അയിരൂർ സ്റ്റേഷനിലെ SHO ആയിരുന്ന ജയസനിലായിരുന്നു ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഈ കേസിൽ നിന്ന് ജയസനിലിനെ രക്ഷിക്കാൻ പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം വലിയ അട്ടിമറി ശ്രമം നടത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം റൂറൽ SP കിരൺ നാരായണൻ നടത്തിയ അന്വേഷണത്തിലാണ് ASP അടക്കമുള്ളവരുടെ ഈ അട്ടിമറി ശ്രമം പുറത്തായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ SP വിശദമായ റിപ്പോർട്ട് ADGP MR അജിത് കുമാറിന് നൽകി. അത് DGPക്ക് നൽകി. ആ റിപ്പോർട്ട് സർക്കാരിലേക്കും എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ASP MK സുൽഫിക്കർ അടക്കം 4 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ആ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ഈ ഉത്തരവിന് ആധാരമായ റൂറൽ SPയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ജയസനിലിനെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ASPയുടെ നേതൃത്വത്തിൽ തുടക്കം മുതൽ തന്നെ ശ്രമം നടന്നു എന്നുള്ളതാണ്. ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ ആദ്യം പ്രാഥമിക അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് അഡീഷണൽ SP ആയിരുന്ന MK സുൽഫിക്കറിനെയാണ്. MK സുൽഫിക്കർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് ഈ കേസ് ഗൗരവമുള്ളതല്ല, പോലീസ് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തക്ക കുറ്റമൊന്നും ജയസനിൽ നൽകിയിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ അന്നത്തെ റൂറൽ SP ആയിരുന്ന D ശിൽപ നേരിട്ട് ഈ പീഡനത്തിനിരയായ ആ ആളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം ജയസനിലിനെതിരെ കേസെടുക്കുകയായിരുന്നു. അതിനുശേഷം 4 പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ADGPക്ക് ഈ ASP അടക്കമുള്ളവർക്കെതിരെ പരാതി ലഭിക്കുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, ഈ അട്ടിമറി നീക്കം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ADGP തിരുവനന്തപുരം റൂറൽ SPക്ക് നിർദ്ദേശം നൽകിയത്. അതുമാത്രമല്ല, നേരത്തെ ഈ നടപടി നേരിട്ട അയിരൂർ പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർ അവർ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കാട്ടി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് അതോറിറ്റിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിലാണ് ജയസനിലിനെ രക്ഷിച്ചെടുക്കാൻ ഉന്നത തലത്തിൽ വലിയ അട്ടിമറി നീക്കം അല്ലെങ്കിൽ വലിയ ശ്രമം നടന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ASP അടക്കമുള്ള പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ആര്യ.